എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി ഔഷധ ഗുണമുള്ള വാഴപ്പിണ്ടി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ ഈ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, കത്തിയൊന്നും ഉപയോഗിക്കാത്തത് നമുക്ക് വളരെ പെട്ടെന്ന്, അതായത് ഒരേ ഒരു മിനിറ്റിൽ ഒത്തിരി വാഴപ്പിണ്ടി എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ, ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് വാഴപ്പിണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ സാധാരണ ഉണ്ണിത്തണ്ട് എന്ന് പറയാം, അതുപോലെ ഉണ്ണിപ്പിണ്ടി എന്ന് പറയാം. ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ ജസ്റ്റ് വാഴയിൽ നിന്ന് പൊളിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടത് മാത്രം എല്ലാ പോളയും കളഞ്ഞ് വെച്ചാൽ മതി. അല്ലാത്തതിന് 3-4 പോളകൾ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ കേടുകൂടാതിരിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പാത്രം വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ വീടുകളിലൊക്കെ സാധാരണ മുളക് മല്ലിയൊക്കെ ഇട്ട് വെക്കണതോ അല്ലാന്നുണ്ടെങ്കിൽ ഉലുവ കായം ഇതൊക്കെ ഇട്ട് വെക്കേണ്ടതുണ്ടല്ലോ, ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. ഇപ്പോൾ ഇതും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു ടിഫിൻ ബോക്സ് കാണാതിരിക്കില്ല. ആ ടിഫിൻ ബോക്സ് വെച്ചിട്ടായാലും നമുക്കിത് ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ സാധാരണ ആദ്യമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാറെന്ന് വെച്ചാൽ ഇത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ട് 3-4 അടക്കി വെച്ച് അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ സാധാരണ ആക്കാറ്. പക്ഷേ ഇപ്പം ഉണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള അത്ര ഉണ്ണിത്തണ്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. ഏത് വലുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ആവശ്യമില്ല അത്ര വാഴപ്പിണ്ടി ഞാനിവിടെ കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ടോപ്പ് കൗണ്ടർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് ഇത് ഇടുകയാണ്. എന്നിട്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടല്ലോ, നമ്മൾ കത്തിയൊന്നും ഉപയോഗിക്കാതെ ഇത് വെച്ചിട്ട് എത്ര പെട്ടെന്നാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. വളരെ നൈസായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് മതി, കത്തിയൊന്നും വേണ്ട ഇത് കട്ട് ചെയ്യാനായിട്ട്. ഞാനിതൊരു വീഡിയോയിൽ കണ്ടതായിരുന്നു, പക്ഷേ അവരത് ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്യണത് കണ്ടത്. പക്ഷേ എനിക്ക് ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ കറക്റ്റ് ആയില്ല. അപ്പോൾ ഞാൻ പിന്നെ വേറെ ഇങ്ങനത്തെ 1-2 പാത്രങ്ങൾ പരീക്ഷിച്ചപ്പോൾ എനിക്ക് ഈ 2 പാത്രങ്ങളാണ് എനിക്ക് സക്സസ് ആയി തോന്നിയത്. ഒന്ന് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം, ഒന്ന് ടിഫിൻ ബോക്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൈക്ക് ഇത്തിരി ഒതുക്കുണ്ട്. മറ്റേതാവുമ്പോൾ ഇത്തിരി കൈക്ക് അത്ര സുഖമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് രീതി വേണമെങ്കിലും എടുക്കാവുന്നതാണ്, പക്ഷെ പെട്ടെന്ന് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ കിച്ചൺ ടോപ്പ് കൗണ്ടറിൽ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് പാത്രത്തിലിട്ട് ചെയ്യാം. അതും ഞാൻ ജസ്റ്റ് കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡിലും വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിത് ഒരു മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് കറക്റ്റായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇത് ആഡ് ചെയ്യണം. അതിനുശേഷം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ നമ്മുടെ പപ്പടക്കോലുണ്ടല്ലോ, പപ്പടക്കോലിൻ്റെ കടഭാഗം കൊണ്ട് നന്നായിട്ട് അതിൽ റൗണ്ട് ചെയ്യും. അപ്പോൾ അന്നേരം അതുമത്തെ നൂലൊക്കെ ഇതുമ്പോൾ ചുറ്റിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ നൂല് കളഞ്ഞിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. ഇത് പാളയംകുടം വാഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒത്തിരി നൂലുണ്ട്. ഏറ്റവും കൂടുതൽ നൂലുള്ളത് പാളയംകുടൻ്റെ വാഴയുടെ പിണ്ടിക്കാവും. വേറെ വാഴയുടെ പിണ്ടിക്കൊക്കെ ഇത്രയ്ക്ക് നൂലുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ നൂലും ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം പരിപ്പിട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളപ്പയറോ മുതിരയോ ചെറുപയറോ ഒക്കെ ഇട്ടത് അടിപൊളിയായിട്ട് കറി വെക്കാവുന്നതാണ്. ഇതിലും ടേസ്റ്റിലുണ്ടല്ലോ, നമ്മളൊരു വാഴപ്പിണ്ടി പച്ചടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. കാണാത്തവർ ദയവായി കണ്ട് അതൊന്ന് ട്രൈ ചെയ്യണം. ഇനി എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള ഒരു പ്രത്യേക കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി പേർക്ക് പച്ചക്കറി വിത്തുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തു, കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തവരാണ് വിനീഷും ഐഷയും. പക്ഷേ ഇവർക്കുണ്ടല്ലോ 3 പ്രാവശ്യം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തെളിവ് ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. അതായത് നമ്മൾ ഡിസംബർ 2-ാം തീയതിയാണ് ലാസ്റ്റ് എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലും വിനീഷിൻ്റെ പേരുണ്ട്. നിങ്ങൾക്കിതിൽ കണ്ടാലറിയാം. ഞാൻ സാധാരണ ഞങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേര് ഇവിടെ എഴുതി വയ്ക്കും. അപ്പോൾ അതിൽ ഡിസംബർ 2-ാം തീയതി വിനീഷിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ നവംബർ 24-ാം തീയതി വിനീഷിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 2 ഡേറ്റുകൾ ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നവംബർ 24-ാം തീയതി ഡിസംബർ 2-ാം തീയതി അയച്ചിട്ടുണ്ട്. അതിന് മുന്നേ അത് ഒരു പ്രാവശ്യം അയച്ചിട്ടുണ്ട്. അത് നമ്മൾ ചുവന്ന പയർ വിത്ത് മാത്രമായിട്ടാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്.
അങ്ങനെ ഇത് 3 പ്രാവശ്യം ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് അറിയില്ല. പിന്നെ ഇതേപോലെ തന്നെ സെയിം ഐഷയ്ക്കും അതെ ഞങ്ങൾ ഇതേപോലെ 2-3 പ്രാവശ്യം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 2-ാം തീയതി അതെ അതുപോലെ അതിന് മുന്നേ 2 പ്രാവശ്യം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. 2-3 പ്രാവശ്യം അഡ്രസ്സ് തന്നിട്ടും നിങ്ങൾക്ക് ഇതുവരെ വിത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഒന്നെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഡ്രസ്സ് ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കവറിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതി സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് വേറൊരു കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് ഞങ്ങളുടെ അഡ്രസ്സിലോട്ട് അയച്ചു തരിക. അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് ഇത് വിത്തുകളൊക്കെ ഇട്ട് തിരിച്ച് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ പഴയ വിത്തുകൾ ഇതുവരെ അയച്ചു കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുതിയ വിത്തുകൾ വാങ്ങിയതൊന്നും ഇതുവരെ അയച്ചു തുടങ്ങിയിട്ടില്ല. പിന്നെ അതിൽ 1-2 സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറഞ്ഞിരുന്നു അന്ന് വെള്ളരി കൃഷി അങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതിൽ ഒരു കുക്കുംബറിൻ്റെ വിത്ത് കിട്ടുമോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കുക്കുംബറിൻ്റെ വിത്ത് നമ്മുടെ അടുത്തുണ്ട്, അന്നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഒന്നും കൂടെ കമൻറ്റ് ചെയ്യണം ആരാണെന്നുണ്ടെങ്കിലും, അപ്പോൾ അവർക്ക് അയച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ അഡ്രസ്സിലോട്ട് നിങ്ങൾ കവർ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അയച്ചു തരാം. അതുപോലെ ക്യാപ്സിക്കും കുക്കുംബറും അന്ന് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. 2 പേര് കമൻറ്റ് ചെയ്തിരുന്നു. നമുക്ക് പഴയ വീഡിയോയിൽ പോയിട്ട് അത് ചെക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ പറയണത്. അതുപോലെ പച്ചക്കറി വിത്തുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി പൂക്കളുടെ വിത്തുകൾ അയക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് പച്ചക്കറി വിത്തുകൾ മാത്രമല്ല പൂക്കളുടെ വിത്തുകൾക്കും താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവർക്ക് ഞാൻ തീർച്ചയായിട്ടും അയച്ചു തരുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ സ്വല്പ സമയം വെയിറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.